ഹലോ, ഞാനിന്ന് ഒരു നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് ഏത് കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പിയാണിത്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്ന് നോക്കിയേ. എൻ്റെ കയ്യിൽ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഒരു റാഡിഷ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ നല്ലൊരു അടിപൊളി മസാലക്കറി ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കാം. വെണ്ടയ്ക്ക് ഞാൻ ഇതുമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റാഡിഷ് ഇതുമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പകുതി സവാള ഇതുമാതിരി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ചേർത്തു. കടുകും കൂടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇനി അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർക്കുക, വെണ്ടക്കായും ചേർക്കുക, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. റാഡിഷ് കട്ട് ചെയ്തതും ചേർക്കുന്നത്. അടുത്തതായിട്ട് ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മീഡിയം ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്യണേ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണേ. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ മറ്റേ മുളക് പൊടിയും കൂടി 1/4 ടീസ്പൂൺ ചേർക്കണേ. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തോളൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചേക്കാം കേട്ടോ. വെള്ളം ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ ഇരുന്ന് അതിൽ ഉള്ള വെള്ളം കൊണ്ടുവന്ന് അതിൽ നല്ലോണം വെന്തിരിക്കും. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല മാതിരി ശരിക്കും അത് വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല നമുക്കുടെ ആവശ്യത്തിന് ഉള്ള വേവ് ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക റാഡിഷ് എളുപ്പം വേവുന്ന സബ്ജികളാണ്. ഇനി അല്പം മല്ലിയില ചേർത്തോളൂ. ഒത്തിരി നല്ല ടേസ്റ്റാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിനും ഇതുപോലെ മസാലക്കറിക്കൊക്കെ മല്ലിയില ചേർത്തെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ സബ്ജി റെഡി ആയിട്ടുണ്ട്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീട്ടിലെ ഐറ്റംസ് മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അത് നല്ല ഉപയോഗം ആണത്. അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഈ റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.